എന്റെ അമ്മേ. ഉപകാരം ചെയ്യാൻ വന്ന നീ ഇങ്ങനെ ഒരു ഉപദ്രവമായി തീരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഒരു രണ്ടാം കെട്ടിന് വിധിയുണ്ടെന്ന് ഗോവിന്ദനാശാൻ ജാതകത്തിൽ എഴുതിയപ്പോ അതിങ്ങനെ ഒരു മാരണമായി തീരുമെന്ന് ഞാൻ കരുതിയില്ല. നിന്റെ ആങ്ങളെ എന്നെ കൊണ്ട് കെട്ടിച്ചു അടഞ്ഞു. അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിഞ്ഞാ കൊള്ളാം. എത്ര ആലോചിച്ചിട്ടും എനിക്ക് ഓർമ്മ കിട്ടണില്ല. നിനക്ക് ఓర్మయుണ്ടെങ്കിൽ പറ, ఆద్య రాత్రి లైట్ పోయిపో ఎంతేం సంభవించో? నన్ను వదిలేయండి, ఏమీ అడగండి. ఒక అమ్మాయి ఎలా చెప్పేది, స్త్రీగా పుట్టిందే ఇదంతా సహించాలి. ఒక గర్భసీని ఇక్కడ హింస పెట్టకండి. തെലുങ്കിൽ കരയാതെ നീ മലയാളത്തിൽ കരയടി. കോട്ടയം ബസ് സ്റ്റാൻഡിൽ നിന്ന് തുടങ്ങിയതാണ് എന്റെ ജീവിതം. പിടിച്ചുപറിക്കാരും പന്നിമലത്തുകാരുമായിരുന്നു എന്റെ സഹപാഠികൾ. പൂജപ്പുര സെൻട്രൽ ജയിലും വിയൂർ സെൻട്രൽ ജയിലും എനിക്കെന്റെ സ്വന്തം തറവാട് പോലെയായിരുന്നു. കയ്യാമം പൂമാലയായി കൊണ്ടു നടന്ന നാളുകൾ ഞാൻ ഇന്നും ഓർക്കുന്നു. നിന്നെപ്പോലൊരു ഭദ്രകാളിയെ വെട്ടിനുറുക്കി ഞാൻ വീണ്ടും ജയിലിൽ പോണോ? പറയടി, കൊച്ചിണ്ടാക്കല്ലേ. വേണമെങ്കിൽ ഞാൻ നിന്റെ കാലി പിടിക്കാം. എന്നാ ഞാനൊരു സത്യം പറയട്ടെ. ആ പെരട്ട വക്കീൽ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരു നാടകം കളിച്ചത്. എന്നാലെങ്കിലും നീ സത്യം പറയുമെന്ന് ഞാൻ വിചാരിച്ചു. ഇതൊക്കെ പോട്ടെ, സത്യം പോട്ടെ. അന്ന് ലൈറ്റ് പോയിപ്പോ എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, കുഴപ്പമില്ല. നിർബന്ധ എന്താ? പെണ്ണുങ്ങളല്ലേ, നിർബന്ധ എന്താ കുഴപ്പം? കേട്ടല്ലോ. മര്യാദയെങ്കിൽ മര്യാദ, അല്ലെങ്കിൽ അവൾക്ക് കിട്ടിയതുപോലെ നിനക്കും കിട്ടും. ഇത് മറ്റവളോടും ഒന്ന് പറഞ്ഞേക്ക്. നമസ്കാരം, പരമാനന്ദ നായരാണ്. എനിക്കൊന്നുമില്ലേ, പിച്ചക്കാരൻ, എരപ്പാളി. എന്റെ രാമൻ നായർ മുതലാളിക്ക് എല്ലാം ഉണ്ട്. വലിയ ബംഗ്ലാവ്, കാറ്, ബസ്, ഹോട്ടല്, ബ്ലേഡ് കമ്പനി, ഇപ്പതേ ഒരു തെലുങ്ക് ഗർഭവും. ദൈവം ഉണ്ടടോ നക്കിയ നായരെ. അന്ന് താൻ എന്നെ ഇവിടെ നാട്ടിറക്കി, ഇന്ന് തന്നെ ആട്ടാൻ ദൈവം എനിക്കൊരു ഗർഭം തന്നു. ആനന്ദടോ കുരിശി തറച്ച വാരി നിൽക്കുന്നത്. തന്റെ കാറ്റ് പോയോ? തന്റെ കാറ്റ് കളയാൻ വേണ്ടി ചന്ദ്രമുഖിലെ ഒരു ചാരായ ഷാപ്പ് മുഴുവൻ കയറ്റി വെച്ചാ വന്നത്. ആരായാലും അത്രയ്ക്ക് അങ്ങോട്ട് അഹങ്കരിക്കണടാ കഞ്ഞി. ജട്ടിയും ബിരിയാണിയും വിറ്റ് നടന്നാൽ എന്താടാ? ഗുണ്ടകൾ പിടിച്ച് കെട്ടിക്കേണ്ട ഗതികടവും ഞങ്ങൾക്ക് വന്നിട്ടില്ലടാ എന്റെ രാവണ നായരെ. കല്യാണ സമയത്ത് മഞ്ഞപ്പത്രക്കാരെയും കൊണ്ട് ഞാൻ വരുന്നുണ്ട്. എന്റെ ആളെന്ന തെണ്ടിയെ ഗുണ്ടകളെ പിടിച്ച് കുണ്ടൂരുകാരി പാർവതിയെ കൊണ്ട് കെട്ടിക്കുന്ന പടം പത്രത്തിന്റെ മുൻവശത്ത് ഞാൻ എന്റെ സ്വന്തം ചെലവിൽ അടുപ്പിക്കും. ഇനിയിപ്പൊ കരഞ്ഞോണ്ടൊന്നും കാര്യമില്ലടോ നായരെ. 4 പേരടുത്ത് പറഞ്ഞു തന്നെ നാറ്റിക്കാതൊരിക്കലും ഉറക്കം വരത്തില്ലടോ നായർ നാറി നക്കി. മോളെ, നിനക്കിനി സ്വൈരമായിട്ട് ഇവിടെ കഴിയാം. അവനിനി ശബ്ദിക്കില്ല. അവന്റെ നാക്കിയാൻ ഇത് അടുക്കളയെ കൊണ്ടുവെക്കേ, ഞാൻ ചോദിക്കുമ്പോ തന്നാ മതി. പിടികിട്ടി. അതൊരാത്മീയ ഗർഭമായിരുന്നു എന്ന് എനിക്ക് അപ്പോഴേ മനസ്സിലായിരുന്നു. നീ പാത്തും പതുങ്ങിയും അവളെ കാണാൻ ഇവിടെ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ ഇവിടെ കാത്തു നിന്നത്. അണ്ണനെ അപമാനത്തിന് രക്ഷിക്കാൻ ഒരു പരീക്ഷണത്തിന് ഇറങ്ങിയതാ ഞാൻ. ഓ, എന്നിട്ടും നീ കടന്നുരുളുകയാണല്ലേ? ഒരു സന്യാസിക്ക് ഇത്രയും കള്ളത്തരം പാടില്ലടാ. സത്യം പറയടാ. അയ്യോ, എന്നാ ഞാൻ എല്ലാം പറയാം. വേണ്ട, നീ സമ്മതിച്ചാലും ചേട്ടൻ പിഴപ്പിച്ച പെണ്ണിനെ അനിയന്റെ തലയിൽ കെട്ടിവെച്ചെന്ന് ഈ നാട്ടുകാർ പറയൂ. അതുകൊണ്ട് ഈ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിപ്പിക്കടാ. നോക്കിക്കോ, ഇമ്പച്ചിയുടെ പൊടി പോലും കാണത്തില്ല. ജമ്പുലിംഗം ആശാനെന്ന് കേട്ടാ മതി, നാട് നടങ്ങും. ഇമ്പച്ചി ഇപ്പൊ കിടങ്ങും. ആശാനുണ്ട് ഇവിടെ. നിന്നെ തടയാൻ ഈ വീടും പരിസരവും ഇപ്പോൾ എന്റെ സംരക്ഷണയിലാണ്. ആശാനെ, ഞാൻ ആശാന്റെ അനുസരണമുള്ള ശിഷ്യനാ.
പക്ഷെ ആശാൻ ഇക്കാര്യത്തിൽ ഇടപെടരുത്. ഇടപെട്ടേ ഞാൻ അങ്കപ്പടം ഉരുട്ടടിയാണെന്ന് തോന്നിച്ച് വെട്ടത്ത് തലവഴി കൊണ്ടിട്ടടിക്കുന്ന പാച്ചല്ലൂർ പാപ്പാന്റെ അളവോ, അതോ മുളക് പൊടി വാരി കണ്ണിലൂതി ചതിച്ചടി വയറ്റിൽ ചവിട്ടുന്ന ഇരണിയകാരൻ കുട്ടപ്പടന്റെ പുതിയ അളവോ? നെയ്യും പരിപ്പും ചോറും കൂട്ടിക്കുഴച്ച് 4 നേരം ഭക്ഷിക്കുന്ന ഈ ചെമ്പ് പറയുന്നു, നിനക്കെന്നെ തോൽപ്പിക്കാനാവില്ല. ഇത് വടക്കം വീരാതെ ഡയലോഗല്ലേ? തച്ചുളിയും പോലെ എന്ന് പറഞ്ഞാൽ എന്റെ അടുത്ത് കാര്യം പോയി. പുത്തരിക്കണ്ടത്തിന്റെ ചരിത്രം ഈ നാടകത്തിൽ ആവർത്തിക്കരുത്. എനിക്ക് ജനിക്കാതെ പോയ മകനാണ് നീ. എന്നെ തോൽപ്പിക്കാൻ നിനക്കാവില്ല. മടങ്ങിപ്പോ, അടുത്ത വണ്ടിക്ക് തന്നെ മടങ്ങിപ്പോ. ഇല്ല ആശാനെ, ആശാന് ദക്ഷിണ തന്ന അന്ന് മുതലുള്ള എന്റെ ഒരു ആഗ്രഹമാണ് എന്നെങ്കിലും ആശാനെ ഒന്ന് ഒതുക്കണമെന്ന്. അത് ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് തന്നെ ആയിക്കോട്ടെ. ആശാൻ എന്നെ അനുഗ്രഹിക്കും. നാം ഈ ഗ്രഹത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ എതിരെ കണ്ടത് ഒരു സന്യാസിയെയാണ്. ആ ദുശ്ശകുനം ഇപ്പോൾ പ്രശ്നത്തിൽ കണ്ടതിനെ ഉറപ്പിക്കുന്നു. ഈ കുടുംബത്തിൽ കളങ്കഹേതുവായി ഭവിച്ചിരിക്കുന്ന സംഗതിയുടെ ഉത്ഭവം ഈ വീട്ടിൽ നിന്ന് തന്നെയാണ്. തെളിച്ചു പറഞ്ഞാൽ ആ യുവതി ഗർഭം പേറിയത് ഈ ഗൃഹത്തിൽ വെച്ച് തന്നെ. കാരകോ ഭാവനാശസ്യ എന്നാണല്ലോ പ്രമാണം. കാരകൻ അതിൻ്റെതായ ഭാവത്തിൽ നിന്നാൽ ഭാവത്തിന് തന്നെ നാശം. ലളിതമായിട്ട് പറഞ്ഞാൽ തന്തക്കാലുമായിട്ടായിരിക്കും കുട്ടിയുടെ ജനനം. നവജാത ശിശു ഭൂമിയിൽ പിറക്കുന്നതും പിതൃമരണം ഉറപ്പ്. ഭയങ്കര വലിയ ഉപകാരമാണോ ഋഷികേശൻ നായരെ താൻ ചെയ്തത്? ഒരു നാടകം കളി കൊണ്ട് എനിക്കുണ്ടായ അപമാനത്തിൽ നിന്ന് കരകയറാൻ വേറൊരു നാടകം കളിച്ചേ പറ്റൂ. അതുകൊണ്ടാ തന്നെ ഈ വേഷം കെട്ടിച്ചത്. ഏയ് സാരമില്ല. ആ ഗർഭത്തിന്റെ അവകാശി എന്ത് ചെയ്യണം വക്കീലേ? കുട്ടിയുടെ ജനനം വരെ കാക്കണ്ടെന്നാ എന്റെ ഒപ്പീനിയൻ. ഒപ്പീനിയൻ എന്ന് പറഞ്ഞ അഭിപ്രായം. അത് തന്നെയാണ് എന്റെ ഒപ്പീനിയൻ. എവിടെ എവിടെ ആ സാമദ്രോഹി? പോയി പിടിക്കണേ. സാരഥി 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 ഇവിടെ ഒന്നും കാണുന്നില്ല. നിങ്ങളൊന്നും തരേണ്ട, ഞാൻ ഇവിടെ ഉണ്ട്. ആരും കേറി വരരുത്. ഒയ്യോ പിടിക്കണവനെ. ഇങ്ങോട്ട് കേറി വരരുതെന്നാ പറഞ്ഞത്. ഞാനിപ്പോ ചാടും. ഓക്കൃത്രം കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തുന്നോളാം. നിന്നോട് മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങി വരാനാ പറഞ്ഞു. അത് പള്ളിയിൽ പറഞ്ഞാ മതി. ഇറങ്ങി വന്നാൽ നിങ്ങൾ എല്ലാരും കൂടെ എന്നെ തല്ലിക്കൊല്ലൂലേ? അതിലും വേണം ചാടി ചാവുന്നതാ. ചാടരുത് സാരഥി. മനുഷ്യ ജീവിതം അങ്ങനെ പാഴാക്കി കളയാനുള്ളതല്ല. ഇവർ നിന്നെ തല്ലിക്കൊന്നാൽ എനിക്ക് വാദിക്കാനൊരു കൊലക്കേസെങ്കിലും കിട്ടും. അതുകൊണ്ട് നീ ധൈര്യമായിട്ട് ഇറങ്ങി വാ. ഇറങ്ങി വരാം. വന്നാ മുതൽ എനിക്ക് മാപ്പ് തരോ? തരില്ല. ഇല്ലേ? ഇല്ല, ഞാനിപ്പോ ചാടും. നാരായണ 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 നാരായണ. 10, 9, 8, 7. ഞാനിപ്പോ ചാടുവേ. 6, 5, 4, 3. അയ്യോ മുതലാളി, ചേട്ടാ അഭിനയം കാണിക്കല്ലേ. ചേട്ടൻ ഇങ്ങോട്ട് ചാടി എന്തെങ്കിലും പറ്റിയ നമ്മുടെ കുഞ്ഞിന് പിന്നെ ആരുണ്ട്? നിന്റെ മേലെ ഞാൻ വീഴാതിരിക്കണമെങ്കിൽ നീ മാറി നിൽക്ക്. ഞാൻ ചാടട്ടെ. ഇത് ഞാൻ തീരുമാനിച്ചതാ. ഇതിന് മാറ്റമില്ല. ചേട്ടാ ചാടല്ലേ. ചാടും. ചായക്കടക്കാരന്റെ മക്കൾക്കും ഒരു ചാൻസ് കൂടി തരാം. ഇനി ഒരു ചാൻസ് ഞാൻ തരില്ല. 1, 2, 3, 4, 5, 6, അയ്യോ 7. മുതലാളി മാപ്പ് കൊടുക്കണം. അച്ഛൻ ഇങ്ങനെ അനങ്ങാതെ നിന്നാണ് എങ്ങനെ? ഞാൻ പിന്നെ അങ്ങോട്ട് അങ്ങനെ ചെയ്യുന്നതിനോ? നീ ഇറങ്ങി വാ സാരഥി. നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം. ഉറപ്പാണോ? ഉറപ്പ്. ഇമ്പിച്ചിൽ നിന്ന് മുതലാളി ഞങ്ങളെ രക്ഷിക്കോ? രക്ഷിക്കാം. എങ്ങനെ വിശ്വസിക്കാം? മരിച്ചുപോയ എന്റെ ഭാര്യയെയും മരിക്കാത്ത എന്റെ ഈ 2 മക്കളെയും ഇത് മരിച്ചുപോയ എന്റെ ഭാര്യയെയും മരിക്കാത്ത 2 മക്കളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുകയാണ്, നിങ്ങളുടെ കല്യാണം ഞാൻ നടത്തി തരാം. എന്നാ ഞാൻ വരാം. വേഗം വാ. ധൃതി വെക്കല്ലേ. കെട്ടെന്ന് അഴിക്കട്ടെ. കേട്ടോ? എന്ത് കെട്ട്? വീഴാതിരിക്കാൻ സേഫ്റ്റിക്ക് അരയിൽ ഒരു കെട്ട് ഞാൻ കെട്ടിയിട്ടുണ്ട്. അതൊന്ന് അഴിക്കട്ടെ. അയ്യോ, ഞാനെന്തേത്? ഞാനല്ല, അവനാ. ഓടിനൊരു ഗ്രിപ്പില്ലേ? ചേട്ടാ മുതലാളി. എഴുന്നേൽക്കൂ മോനെ. അയ്യോ നിന്റെ കല്യാണമല്ല, കഥ ഞാൻ കഴിക്കും.
എന്റെ വീട്ടിൽ കയറി വന്ന് ഈ വൃത്തികേട് കാണിക്കാൻ നിനക്ക് അങ്ങനെ ധൈര്യം വന്നാ തെണ്ടി അയ്യോ, മുതലാളി, എന്റെ ചേട്ടനെ ഒന്നും ചെയ്യല്ലേ. ഇവിടെ വെച്ച് തുടങ്ങിയതല്ല, കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് ഞങ്ങൾ അടുപ്പത്തില്ല. അതേ മുതലാളി, ഇവളുടെ ആങ്ങൾ ഇമ്പിച്ചേ ഭയന്ന് ഞങ്ങൾ ഇത് ആരോടും പറയാതെ ഒളിച്ചു വെച്ചതാ. അപ്പോഴാണ് മുതലാളിക്ക് ഒരു അമ്മായി അമ്മയെ വാടകയ്ക്ക് വേണമെന്ന് വക്കീൽ എന്നോട് പറഞ്ഞത്. പാർവതി അവളുടെ വീട്ടിൽ നിന്ന് മാറ്റി നിർത്താനും ഞങ്ങൾക്ക് ദിവസവും തമ്മിൽ കാണാനും ഒരു അവസരമായല്ലോ എന്ന് ഞാൻ കരുതി. എടാ ബുദ്ധിമാനെ, നീ എന്നെ പോലെ ഒരു ബലിയാടാക്കി കളഞ്ഞല്ലോടാ. പിന്നെ എല്ലാവരെയും വിറപ്പിക്കണ മുതലാളി ഒന്ന് വിറച്ച് കാണാലോ എന്ന് ഞാനും ആഗ്രഹിച്ചു. അത് വാസ്തവം. ഏത് തൊഴിലാളിക്കും അവന്റെ മുതലാളിയോട് അങ്ങനെ ഒരു വികാരം തോന്നും. അത് ലോക തത്വമാ. തെറ്റാണ് ചെയ്തതെങ്കിലും എനിക്ക് മുതലാളിയോടൊരു അപേക്ഷയുണ്ട്. ഇനിയെങ്കിലും മക്കളെയും മരുമക്കളെയും ശത്രുക്കളായിട്ട് കാണരുത്. തന്നുടെ മകനും തന്നോളം വളർന്നാൽ താനെന്ന് വിളിക്കണം. എൻഡിആറെ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവരുടെ വളർച്ച അംഗീകരിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ സ്വീകരിച്ച മാർഗം ശരിയായില്ല. എന്റെ ചിറകിന്റെ കീഴിൽ ഒതുക്കി നിർത്തിയിരുന്നുകൊണ്ടാ നിങ്ങൾക്ക് ഇതുവരെ ഒന്നും ആകാൻ പറ്റാഞ്ഞത്. നിങ്ങൾ പറക്കണം, പലതും കീഴടക്കണം. അതാണ് അച്ഛന്റെ സന്തോഷം. അച്ഛനെ ഞങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അച്ഛൻ ഞങ്ങളോട് ക്ഷമിക്കണം. ഏതായാലും സംഭവിക്കാനുള്ളത് സംഭവിക്കുകയും കലങ്ങി തെളിയുകയും ചെയ്തു. ഇനി ഇവരുടെ കാര്യത്തിൽ തീരുമാനം എടുക്കരുതോ? കല്യാണം നടത്തി കൊടുക്കാമെന്ന് മുതലാളി സമ്മതിച്ചതാ. അതിനെന്താ വിഷമം? അടുത്ത നല്ലൊരു മുഹൂർത്തത്തിൽ ഇവരുടെ കല്യാണം നടക്കും. ഈ അവതാരത്തിന് ജന്മം നൽകിയ ഇവന്റെ അമ്മയെയും ഇവനെയും ഒതുക്കുവാൻ ഓളങ്ങോട് വന്നേ. ജഗദീശ്വരൻ നിനക്ക് ശക്തി തരട്ടെ. മംഗളം ഭവന്തു. ആ, നിന്റെ കാര്യം ഞാൻ ഇപ്പഴാ ഓർത്തു. മോങ്ങോട് വന്നേ. ഈ താടി മുടിയൊക്കെ ഒന്ന് വടിച്ച് ക്ലീൻ ആക്കിയിട്ട് നാളെ രാവിലെ നീ നമ്മുടെ ഹോട്ടലിലേക്ക് ഒന്ന് വാ. എന്തിനാ? നിന്നെ കാത്ത് കഴിഞ്ഞ 1.5 വർഷമായി അവിടെ ഒരാളിരിപ്പുണ്ട്. ആരാ, പെണ്ണാണോ? അല്ല, വലിയൊരു ആട്ടുകല്ല്. എന്തിനാ? ആട്ടാൻ. എങ്ങനെ ആട്ടുന്നത്?